സഹോദരങ്ങളെ, ഞാൻ പൊന്നാനിയിൽ നിന്നും തിരൂർക്കുള്ള യാത്രയിലാണ്. എങ്ങനെയൊക്കെയോ ഞാൻ എത്തിപ്പെട്ടത് നമ്മുടെ പാട്ടുകാരൻ ആയ ജംഷീറിൻ്റെ വീട്ടിലാണ്. ജംഷീറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ജംഷീറിനെ നമ്മൾ കാണേണ്ട ഒരാളാണ്. ഏതായാലും എങ്ങനെ ഞാനിവിടെ എത്തി എന്നുള്ളത് ഒരു മഹാ അത്ഭുതം തന്നെയാണ്. അതിനൊരു കാരണക്കാരനുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഓവർസിയറായ ഒരാൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിന്നിട്ട് ഞാനെന്തൊരു ഫോണിലായിരുന്നു. പക്ഷേ കുറേ നേരം അദ്ദേഹം വെയിറ്റ് ചെയ്തു. എനിക്കറിയില്ല ഇത് ആരാന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ ഇതായിരിക്കുന്നതാണ് നൗഷാദ് ഭായ്, അതുപോലെ ജംഷീർ ഭായ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജംഷീറിലേക്ക് നമ്മളെത്തിച്ച നൗഷാദ് ഭായെ കാണാം. അദ്ദേഹം ഞാനിങ്ങനെ റെക്കോർഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിയർ ബൈ റെക്കോർഡിംഗ് എന്നടിച്ചപ്പോൾ ജംഷീറിൻ്റെ പേരാണ് കണ്ടത്. അപ്പോൾ ഈ ജംഷീറാന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരെ കാത്തു നിൽക്കണേ, എന്താ ചെയ്യേണ്ടത്? ഞാൻ എവിടെയായാലും ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നൗഷാദ് ഭായ് നമ്മുടെ അടുത്ത് എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇനി ബാക്കി നൗഷാദ് ഭായ് പറയും. എൻ്റെ പേര് നൗഷാദ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം സ്വദേശിയാണ്. ഞാൻ ഒരു 2 വർഷമായി മലപ്പുറം ജില്ലയിലെ തിരൂർ തുവക്കാട് സെക്ഷനിൽ ജോലി ചെയ്യുകയുണ്ടായി. ഈ അടുത്ത് ആലത്തിയൂർ സെക്ഷനിൽ ഓവർസിയറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ ഹാരിസ് രാജ് എന്ന് പറയുന്ന ഇദ്ദേഹം വണ്ടിയായിട്ട് ഇങ്ങനെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെ ഞാൻ പത്രങ്ങളിലൂടെ കണ്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിനോട് സലാം പറയുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് 2 വാക്ക് സംസാരിക്കുക, ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു ബിസിയായിട്ട് ഒരു ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ സമാധാനമായിട്ട് അദ്ദേഹത്തിനെ നിൽക്കുകയും അദ്ദേഹത്തിനടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണെന്ന് മനസ്സിലായി. അങ്ങനെ അത് നെറ്റിലിങ്ങനെ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ അതിന് അടുത്തുള്ള ഒരു വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ ജംഷീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഫലമായി ചോദിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതിനേക്കാളും വലിയ സന്തോഷമായി. ഇദ്ദേഹമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. മാപ്പിളപ്പാട്ടിലൂടെ കേരളക്കരയും നമ്മുടെ അന്യദേശങ്ങളും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പ്രോഗ്രാമൊക്കെ നടത്തി മുസ്ലിം ലീഗിൻ്റെയൊക്കെ വേദികളിലൊക്കെ എല്ലാ പരിപാടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഒരു കുഗ്രാമത്തിൽ ജനിച്ച എനിക്ക് തന്നെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടു പോകും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതായത് ഈ ഒരു റൂം നിറയും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളാണ് ഇത് മൊത്തം ഈ വീട് നിറച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിനൊക്കെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി. അപ്പോൾ അങ്ങനെ നമ്മൾ 6 മണിക്ക് തുടങ്ങിയ ആ ഒരു സൗഹൃദം 10 മണിയായിട്ടും പിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ ഞാനിങ്ങനെ ഇവിടെ തുടരുകയാണ്. ഇദ്ദേഹം വളരെ ഒരു വലിയ ഉത്തരവാദിത്വം പേറിയാണ് അദ്ദേഹം ഇങ്ങനൊരു യാത്ര നടത്തുന്നത്. അതിലൊരു വലിയ സന്ദേശമുണ്ട്. കാരണം നമ്മുടെ ഈ ലോകത്ത് ഇന്ന് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി ഏകദേശം തീരദേശ ദൈർഘ്യം തന്നെ 580 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരം കാസർഗോഡ്. അപ്പോൾ തീരദേശ ദൈർഘ്യം തന്നെ 550 കിലോമീറ്ററാണ് ഉള്ളത്. പക്ഷേ അതല്ല, ഈ റോഡിലൂടെ ഈ ചൂടത്തും ഈ വെയിലത്തും നമ്മുടെ സമുദായത്തിന് മാത്രമല്ല ഇതര സമുദായത്തിൽ പെട്ട എല്ലാവർക്കും വളരെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വലിയ ഉദ്യമത്തിലേക്ക് അദ്ദേഹം ഒരു വലിയ കൈവണ്ടി വലിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു
യാത്രയിലുടനീളം അദ്ദേഹത്തിനെ പല ആൾക്കാരും വന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഇത്രയും വലിയൊരു യാത്ര, ഒരു വലിയ, അതായത് ഒരു 10-100 കിലോ ഉള്ള 200 കിലോ ഉള്ള ഒരു കൈവണ്ടി വലിച്ചും കൊണ്ട് അദ്ദേഹം വളരെ ഒരു സന്ദേശം, അതായത് ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നടത്തുമ്പോൾ അതിലെന്തെങ്കിലും മനുഷ്യന് മനസ്സിലാവുന്നെങ്കിൽ അതിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ഇത് ഉൾപ്പെടുത്തണം. അതുകൊണ്ട് നമ്മളൊരു മൈക്ക് കെട്ടി എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്താൽ അത് കേട്ട് കഴിയുമ്പോൾ അത് വിസ്മരിച്ചു പോവുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു ഉദ്യമം നടത്തുക എന്നുള്ളത് വളരെ സാഹസികമാണ്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് ജനോപകാര പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. എനിക്കിന്നേ അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ഒരുപാട് കാലമോ പരിചയപ്പെടാൻ വേണ്ട വ്യക്തിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ടുള്ള യാത്രകളിലും എല്ലാം സർവേശ്വരൻ ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ, അദ്ദേഹത്തിന് ഉയരങ്ങളിലെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.